രക്ഷകനേശുവിൻ ചാരേ വൈദികനോടൊന്നു ചേർന്ന് നാഥനു ബലിയർപ്പിക്കാം. ഒരുമയോടെ അണയാം രക്ഷകനേശുവിൻ ചാരേ വൈദികനോടൊന്നു ചേർന്ന് നാഥനു ബലിയർപ്പിക്കാം. പ്രിയജനമേ, സ്നേഹിതരേ, നാഥനു കാഴ്ചകളേകാം. ഭക്തിയോടെ ശുദ്ധിയോടെ ബലിയിൽ പങ്കുചേരാം. പ്രിയജനമേ, സ്നേഹിതരേ, നാഥനു കാഴ്ചകളേകാം. ഭക്തിയോടെ ശുദ്ധിയോടെ ബലിയിൽ പങ്കുചേരാം. ബലിയർപ്പിക്കാനണയുമ്പോൾ ഓർക്കുക നീ നിൻ സോദരനെ. മനസ്സു തകർക്കും നോവുകളെല്ലാം സദയം ക്ഷമിച്ചിടുവിൻ. ബലിയർപ്പിക്കാനണയുമ്പോൾ ഓർക്കുക നീ നിൻ സോദരനെ. മനസ്സു തകർക്കും നോവുകളെല്ലാം സദയം ക്ഷമിച്ചിടുവിൻ. അനുരഞ്ജിതമാം മനമോടെ നിൻ ബലിയർപ്പിച്ചിടുകിൽ. സ്വർഗീയനാഥൻ അലിവോടെന്നും നിന്നെ കേട്ടിടുവേ. പ്രിയജനമേ, സ്നേഹിതരേ, നാഥനു കാഴ്ചകളേകാം. ഭക്തിയോടെ ശുദ്ധിയോടെ ബലിയിൽ പങ്കുചേരാം. സഭയാം മാനവരൊന്നായി ബലിയേകിടുവാൻ നിൽക്കുമ്പോൾ മാലാഖവൃന്ദം ഉച്ചസ്വരത്തിൽ ഓശാന പാടുന്നു. സഭയാം മാനവരൊന്നായി ബലിയേകിടുവാൻ നിൽക്കുമ്പോൾ മാലാഖവൃന്ദം ഉച്ചസ്വരത്തിൽ ഓശാന പാടുന്നു. ക്രൂവേന്മാരും ശ്രാപ്പേന്മാരും താണുവണങ്ങുന്നു. സർവരും ഒന്നായി മുന്നിൽ അണയുന്നിതാ. കൈകൂപ്പി നിൽപ്പൂ നിൻ സന്നിധിയിൽ. അൾത്താര മുന്നിൽ അണയുന്നിതാ. കൈകൂപ്പി നിൽപ്പൂ നിൻ സന്നിധിയിൽ. തിരുയാഗത്തിൽ പങ്കുചേരാൻ വന്നു ചേരുന്നിതാ ഞങ്ങളേവം. ജീവിതമൊന്നായേകുന്നിതാ ഒരു മനമോടിതാ ഞങ്ങൾ. ജീവിതമൊന്നായേകുന്നിതാ ഒരു മനമോടിതാ ഞങ്ങൾ. കുരിശിൻ ബലിയിൽ യാഗമായി തീരാൻ അണയുന്നു നിൻ തിരുസവിധേ. അൾത്താര മുന്നിൽ
അണയുന്നിതാ. തിരുബലിയിൽ ലയിച്ചിടുമ്പോൾ സങ്കടമെല്ലാം നീക്കിടണേ. ഈ തിരുബലിയിൽ ലയിച്ചിടുമ്പോൾ സങ്കടമെല്ലാം നീക്കിടണേ. ഒരു തിരിനാളമായുരുകിടുവാൻ തരണമേ കതിരുകൾ ജീവിതത്തിൽ. ഒരു തിരിനാളമായുരുകിടുവാൻ തരണമേ കതിരുകൾ ജീവിതത്തിൽ. ജീവിതമൊന്നായേകുന്നിതാ ഒരു മനമോടിതാ ഞങ്ങൾ. ജീവിതമൊന്നായേകുന്നിതാ ഒരു മനമോടിതാ ഞങ്ങൾ. കുരിശിൻ ബലിയിൽ യാഗമായി തീരാൻ അണയുന്നു നിൻ തിരുസവിധേ. അൾത്താര മുന്നിൽ അണയുന്നിതാ. പ്രഥമ വ്രതവാഗ്ദാനവും സഭാവസ്ത്ര സ്വീകരണവും നടത്തി. തുടർന്ന് ആലുവ സേക്രഡ് ഹാർട്ട് ഫിലോസഫി കോളേജിൽ തത്വശാസ്ത്ര പഠനത്തോടൊപ്പം ഫിലോസഫിയിൽ ബിരുദവും നേടി. സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കാർമൽഗിരിയിൽ നിന്നും ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി. 2022 ജൂലൈ 16 കമ്മ്യൂണിറ്റി സുപ്പീരിയറായ റവറൻഡ് ഫാദർ ജൂഡ് തദേവൂസിന്റെ പക്കൽ നിത്യവ്രത വാഗ്ദാനം നടത്തിയ ഫാദർ ഡാവിയോ 2022 ഒക്ടോബർ 10 ഗോതുരുത്ത് സെയിന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ വെച്ച് കോട്ടപ്പുറം രൂപതാ മെത്രാൻ അഭിനന്ദിയ ജോസഫ് കാരിക്കശ്ശേരി പിതാവിൽ നിന്നും ഡീക്കൻ പട്ടം സ്വീകരിച്ചു. തുടർന്ന് പടപ്പക്കര സെയിന്റ് ജോസഫ് ദേവാലയത്തിൽ ഡീക്കൻ ശുശ്രൂഷ നിർവഹിച്ചു. 2023 ഓഗസ്റ്റ് 28 പുനലൂർ സെയിന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് പുനലൂർ രൂപതാധ്യക്ഷൻ അഭിനന്ദിയ സെൽവിസ്റ്റർ പൊന്മുത്തൻ പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. വിശുദ്ധ അഗസ്റ്റിനെ പോലെ ഏറ്റവും നവീനവും അതിപുരാതനവുമായ ദൈവിക സൗന്ദര്യത്തെ പൗരോഹിത്യം എന്ന പരമദാനത്തിലൂടെ ഹൃദയം കൊണ്ട് പുൽകിയ ഈ നവവൈദികരുടെ മനസ്സുകളെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവത്തോട് ചേർത്ത് വയ്ക്കാം. ഫാദർ ജോമിൻ ടി ജോർജ്, ഫാദർ സെൽവരാജ് മരിയ മിഖേൽ എന്നിവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സഭാസ്ഥാപകനായ മാനോട്ടയുടെയും മാധ്യസ്ഥവും എന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഭക്തിവിശ്വാസത്തോടുകൂടെ ഈ പാവനയാഗത്തിൽ നമുക്കും പങ്കുചേരാം.
Calvary,
പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, പുഴയെ കുറിച്ച് ഒരു ചൊല്ലുണ്ട്. ഈ പുഴ സമുദ്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പുഴ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ട്. പുഴ ചിന്തിക്കുകയാണ്, ഞാൻ മലകളെ കടന്നു വന്നു, മലകളെ ചുംബിച്ച് ഞാൻ ഈ താഴ്വാരത്തിലേക്ക് വന്നു, ഈ ഗ്രാമങ്ങളൊക്കെ ചുറ്റി സഞ്ചരിച്ച് നല്ലൊരു സന്തോഷത്തിന്റെ ഓർമ്മയിലൂടെ ഞാൻ കടന്നു വന്നു. എന്നാൽ ഇതാ എന്റെ അസ്തിത്വം പോലും ഇല്ലാതാകാൻ പോവുകയാണ് ഈ കടലിലോട് ചേരുന്നത്. പക്ഷെ അവിടെ ഈ പുഴ മനസ്സിലാക്കുന്നില്ല എന്താണ് ഈ പുഴ ആകാൻ പോകുന്നത്. ഒരു സമുദ്രമാകുന്നതിനേക്കാളേറെ ഒരു സമുദ്രത്തിന്റെ ഭാഗമായി തീരുകയാണ്, സമുദ്രത്തോട് ലയിച്ചു ചേരുകയാണ്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ ലയിച്ചു ചേരാനുള്ളവരാണ്. വിശുദ്ധ അഗസ്തീൻ പറയുന്നുണ്ട്, അവിടുത്തോട് ലയിച്ചു ചേരുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരുന്നു. ഇന്ന് നിത്യപൗരോഹിത്യത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ട് എൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പിക്കുമ്പോൾ എൻ്റെ അവസാന ശ്വാസം വരെ ഈ പൗരോഹിത്യത്തിൽ നിലനിൽക്കാനായിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഈശോയെ എടുത്തു വാഴ്ത്തി കൈകളിൽ എടുക്കാനുള്ള മഹാഭാഗ്യമാണ് ദൈവം എനിക്ക് നൽകിയത്. ഓരോ പുരോഹിതനും ദൈവത്തിന്റെ വിജയമാണ്. ആ വിജയത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാണൻ നിലയ്ക്കുവോളം ഈ വിളിയിൽ നിലനിന്നുകൊണ്ട് മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി ജീവിക്കാനുള്ള കൃപ എനിക്ക് ലഭിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ കൃതജ്ഞതാ ബലി അർപ്പിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു.
അവിടുത്തെ ഹൃദയയുടെ സമൃദ്ധിയോട് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തവും വഴി രക്ഷയും കൽപ്പിച്ചിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മെ സമൃദ്ധമായി ചൊല്ലിയിരിക്കുന്നു. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാത്തിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ. തന്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ചതാണ്. അവന്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. രക്ഷയുടെ സത്വാർമ്മയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. അവിടുത്തെ മഹത്വവും പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുക്കും. സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. കർത്താവിന്റെ വചനം. കർത്താവേ, അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. കർത്താവേ, അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. ആകാശത്തിലും ഭൂമിയിലും മറ്റുള്ളതെല്ലാം അങ്ങയുടേത്. കർത്താവേ, അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, രാജ്യം അങ്ങയുടേത്. അങ്ങ് എല്ലാത്തിന്റെയും അധീശനായി സ്തുതിക്കപ്പെടുന്നു. സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. കർത്താവേ, അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനമായിരിക്കുന്നു. എല്ലാവരെയും ശക്തരും ഉന്നതന്മാരുമാക്കുന്നത് അങ്ങാണ്. കർത്താവേ, അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. പരിശുദ്ധ സഭ ലോകമെങ്ങും അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. അക്കാലത്ത്
ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു സമരിയായും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവർ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി പറഞ്ഞു, യേശുവേ, ഗുരു, ഞങ്ങളിൽ കഴിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിനെ കാത്തു സാഷ്ടാംഗം പ്രണമിച്ചു നന്ദി പറഞ്ഞു. അവൻ ഒരു സമരിയക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരുടെ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? ഈ വിജാതികളല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. ഇടവയുടെ ജോർജ് സെബാസ്റ്റ്യൻ, ക്രിസ്മസ് കോൺഗ്രിഗേഷനിലെ പ്രധാന വൈദിക സഹോദരങ്ങളെ, എൻ്റെ പ്രിയ വൈദികരെ, സയൻസിലെ പിതാവിശമാതാക്കളെ, സഹോദരങ്ങളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, സെന്റ് ജോസഫ് ഇടവകയ്ക്ക് സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ്. പ്രിയപ്പെട്ട ആവശ്യം ക്രിസ്തുവിൻ്റെ മുഖ്യമായ പൗരോഹിത്യത്തിൽ പങ്കുകൊണ്ട ദിനം. യേശുവിൻ്റെ പുരോഹിതനാകുക, മറ്റൊരു ക്രിസ്തുവാകുക, നിത്യമായ പൗരോഹിത്യത്തിൽ പങ്കുചേരുക, വലിയൊരു ദാനമാണെന്ന് നാം വിശ്വസിക്കുക. ഞാൻ അച്ഛൻ്റെ പൗരോഹിത്യ സ്വീകരണാന്തരങ്ങളിൽ പരലോക സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ അഭിനയ സിൽവസ്റ്റർ പുരോഹിതന്റെ കയ്യൊപ്പ് ശുശ്രൂഷകളിൽ പുരോഹിതനായപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നത് 3 ചിന്തകളാണ്. ഒരു ജാപ്പനീസ് പ്രിൻസിപ്പിളാണ് ഈ 3 വാക്യങ്ങൾ. ഈ 3 വാക്യങ്ങൾ ഇപ്രകാരമാണ്: പ്രിയം, പ്രാപ്തി, പ്രസക്തം. പ്രിയം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടതാണ്. പ്രാപ്തം എന്ന് പറയുമ്പോൾ എനിക്കതിനുള്ള കഴിവുണ്ടോ. പ്രസക്തി എന്ന് പറയുമ്പോൾ ഇന്ന് ഇത് ഈ ലോകത്തിന് ആവശ്യമുണ്ടോ, ഈ ലോകം ഇഷ്ടപ്പെടുന്നുണ്ടോ, അതാണ് പ്രസക്തി എന്ന് പറയുന്നത്. പൗരോഹിത്യം പ്രിയപ്പെട്ട ഗാമിയോസിന് പ്രിയപ്പെട്ടതാണ്. അദ്ദേഹം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ ജീവിതാന്തസ്സിലേക്ക് കടന്നു വന്നത്. ദൈവം അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ദൈവത്തിന്റെ വിളി കേട്ട് ഇഷ്ടത്തോട് ജീവിതാന്തസ്സിലേക്ക് കടന്നു. 2, അദ്ദേഹം ഈ ജീവിതാന്തസ്സിന് പ്രാപ്തനാണ്. ദൈവത്തിന്റെ വിളി കൃത്യമായി അദ്ദേഹത്തിന്റെ സഭാധികാരികൾ പരിശോധിച്ചുകൊണ്ട് അദ്ദേഹം തികച്ചും ഈ വിളിക്ക് യോഗ്യനാണെന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് പൗരോഹിത്യം എന്ന മഹാദാനം അദ്ദേഹത്തിന് നൽകിയത്. അതിനാൽ ഗാമിയോസ് തികച്ചും ഈ വിളിക്ക് യോഗ്യനാണ്. ഇതിന്റെ പ്രസക്തി എന്ന് പറയുമ്പോൾ ഇന്നും പൗരോഹിത്യം ജനം വിലമതിക്കുന്നുണ്ടോ? പുരോഹിതരെ ജനം എപ്രകാരമാണ് നോക്കി കാണുന്നത്? ഈ നൂറ്റാണ്ടിലും പ്രതികൂലമായ പല ഘടകങ്ങളുണ്ടെങ്കിൽ പോലും പൗരോഹിത്യം ഇന്നും പ്രസക്തമാണെന്ന് നമുക്കറിയാം. ജനത്തിനെന്നും വിശ്വാസ സമൂഹത്തിലും പൊതുസമൂഹത്തിലും
പുരോഹിതരെ ആവശ്യമുണ്ട്. പുരോഹിതരെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു സമൂഹം ഇന്നും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ജീവിതം പ്രസക്തമായിരിക്കുന്നത്. ദൈവത്തിന്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ഒരു വ്യക്തി മറ്റൊരു ക്രിസ്തുവായി മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ രൂപീകരണ കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, രണ്ടാമതായി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ നദിയുടെയോ ഒരു പുഴയുടെയോ അടുത്ത് പോയിരുന്ന രാഷ്ട്രപതിക്കാരാണ്, തൊട്ടടുത്ത് കടലാണ്. ഇവിടെയുള്ളവർ നമ്മളെല്ലാവരും പല പുഴയുടെയും നദിയുടെയൊക്കെ കരകൾ കണ്ടിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ നദിയുടെ കരകൾ പരിശോധിച്ചാൽ ഇരുവശങ്ങളും പച്ചപ്പുള്ളതായിരിക്കും. വെള്ളം ഒഴുകുന്ന ഇരുവശങ്ങളും എന്നും പച്ചപ്പുള്ളതായിരിക്കും. ശുദ്ധമായ വായു ലഭിക്കുന്ന സ്ഥലമായിരിക്കും. തെളിഞ്ഞ വെള്ളത്തിൽ നദിയുടെ അരി നമ്മൾ നോക്കിയാൽ ഉരുണ്ട കല്ലുകൾ കാണാനായിട്ട് കഴിയും. പലപ്പോഴും സെമിനാരി ജീവിതകാലഘട്ടത്തിൽ അതിരപ്പള്ളി വാഴ്ച സന്ദർശിക്കുന്നവരെ വെള്ളച്ചാട്ടം ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. അവിടെ ഈ ഉരുണ്ട പാറകഷ്ണങ്ങൾ കാണുമ്പോൾ വളരെ സന്തോഷത്തോട് തെളിഞ്ഞ വെള്ളത്തിൽ നിന്ന് ഈ പാറകഷ്ണങ്ങൾ എടുക്കുമായിരുന്നു. പക്ഷെ നമ്മൾ കരുതും ഈ പാറ ആദ്യം മുതലേ ഉരുണ്ടതായിരുന്നു. ചോദിക്കുകയല്ല, ഈ പാറ പരിവരുത്തമായിരുന്നു നമുക്കറിയാം. ഈ പാറയിൽ നിരന്തരം ജലം ഒഴുകിയതുകൊണ്ടാണ് ഈ പാറ ഉരുണ്ടതായി ഇതിന്റെ രൂപത്തിന്, ഭാവത്തിന് മാറ്റം സംഭവിച്ചത്. ഗാന്ധിജിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ രൂപീകരണത്തിൽ ഒത്തിരി ഘട്ടങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയതുകൊണ്ടാണ് ഇന്ന് ക്രിസ്തുവിന്റെ പുരോഹിതനായി തീർന്നത്. പൗരോഹിത്യ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിരന്തര പ്രാർത്ഥനയും കഠിനാധ്വാനവും പരിശീലനവും അച്ചടക്കവും ലക്ഷ്യബോധവും നിശ്ചയദാർഢ്യവും ആത്മാർപ്പണവുമാണ് ഇന്ന് ഗാന്ധിയോ എന്ന വ്യക്തിയെ ഫാദർ ഗാന്ധിയോ മാറ്റിത്തീർന്നത്. എം സ്കോട്ടിന്റെ ഒരു പുസ്തകത്തിന്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: ദ റോഡ് ലെസ് ട്രാവൽഡ്. കുറച്ചുപേർ മാത്രം സഞ്ചരിച്ച വഴി. കുറെ അധികം പേർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായി. പ്രതിഭാശാലികൾ പലരും മറ്റു വഴിയിൽ സഞ്ചരിച്ചു. എന്നാൽ ഗാന്ധിയോച്ചൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വഴിയെ സഞ്ചരിച്ചുകൊണ്ടാണ് ഇന്ന് പുരോഹിതനായി ഇന്ന് ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്നത്. വീണ്ടും എന്റെ മനസ്സിൽ കടന്നു വരുന്നത് പൗരോഹിത്യം ഒരു അനുഗ്രഹമാണ്. പിയർ പദ്രുവാൻ എന്ന ഫ്രഞ്ച് എഴുത്തുകാരന്റെ ദ ജെന്റിൽ ആർട്ട് ഓഫ് ബ്ലെസ്സിംഗ് എന്ന പുസ്തകത്തിൽ അനുഗ്രഹത്തെ അദ്ദേഹം നിർവചിക്കുന്നത് ഇപ്രകാരമാണ്: അനുഗ്രഹം നേടുവാനും നൽകുവാനും ഉള്ളതാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹം കൂട്ടിവയ്ക്കുവാൻ ഉള്ളതല്ല, മറിച്ച് പങ്കുവയ്ക്കുവാൻ ഉള്ളതാണ്. പൗരോഹിത്യത്തിലൂടെ ഗാന്ധിയോച്ച ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ അനുഗ്രഹം ഒരു മഴ പോലാണ്. മഴ പെയ്യുമ്പോൾ ഒരു പാത്രം കമഴ്ത്തി വെച്ചാൽ ഈ മഴവെള്ളം തെറിച്ചു പോകും. ഈ പാത്രം തുറന്നു വെച്ചാൽ ഈ പാത്രം നിറഞ്ഞു കയറി. അങ്ങനെ അനുഗ്രഹം ഒരു മഴ പോലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമോട് ദൈവം പറയുന്നത്: നീ നിന്റെ പിതൃഭവനം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോകണം, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറണം, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീടും നാടും ഉണ്ട്. മറ്റൊരു ദേശത്തേക്ക് പോകുമ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കുകയാണ്. ആ പുരോഹിതൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുന്നു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഗാന്ധിയോച്ചന്റെ കുടുംബത്തിന്, ഈ നാടിന്, ഈ സമൂഹത്തിന് ഒരു അനുഗ്രഹമായി മാറുകയാണ്.
വീണ്ടും പൗരോഹിത്യം ഒരു തുടർച്ചയാണെന്ന് നമുക്കറിയാം. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നിത്യം പുരോഹിതനാണ്. പൗരോഹിത്യം സ്വീകരണ വേളി അഭിവന്യമെത്രാൻ ഗാവ്യോച്ചനും മറ്റൊരു കൂടുള്ള ജോമിനച്ചനും സെൽവരാജനും പ്രതിഷ്ഠാ പ്രാർത്ഥനയിൽ എത്രാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഇപ്രകാരമാണ്: അബ്രഹാമിനോടും അഹറോനോടും അപ്പോസ്തലന്മാരോടും ഈ മകനെ തുല്യനാക്കണേ. സ്നേഹമുള്ളവരെ, ഈ പൗരോഹിത്യം ഒരു തുടർച്ചയാണ്. അടുത്ത ദിവസങ്ങളിൽ വായിച്ച വിയറ്റ്നാമീസ് മന്ത്രിയുടെ ഒരു വാചകം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയും, I am a continuance like the rain from clouds. മഴമേഘത്തിന്റെ തുടർച്ച എന്ന പോലെ ഞാനും ഒരു തുടർച്ചയാണ്. കാലം ചെയ്തു പോയാലും ഞാൻ തുടർച്ചയാണ്. നന്മയുടെ തുടർച്ചയാണ്. സ്നേഹത്തിന്റെ തുടർച്ചയാണ്. ഈ ഇടവകയിലും പൗരോഹിത്യം ഒരു തുടർച്ചയാണെന്ന് നമുക്കറിയാം. ഞാൻ ഓർത്തു പോകുന്നത്, നമ്മുടെ ഇടവകയിൽ വൈദികരായി കടന്നുപോയവരെ, വളരെ പ്രത്യേകിച്ച് മരിയാച്ചൻ, ജോർജ് ദാസൻ, റഫേൽ കുറിച്ചൻ, ആൻഡ്രിയൂച്ചൻ, ഇവരൊക്കെ നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ ഈ പൗരോഹിത്യത്തിന്റെ തുടർച്ചയാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. കടന്നുപോയതിന് വീണ്ടും ആൻഡ്രൂസിന് ശേഷം എനിക്ക് ഒരു പുരോഹിതനാകാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജൻ പുരോഹിതനായി, സെബാസ്റ്റ്യൻ ജോസഫ് പുരോഹിതനായി, റിജോച്ചൻ, റൊമാരിയോച്ചൻ, ജിൻസനച്ചൻ, പൊള്ളാമിയോച്ചൻ, 11 ഓർമ്മയിൽ 11 പേരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൗരോഹിത്യം ഒരു തുടർച്ചയാണെന്ന് പറഞ്ഞത്. പൗരോഹിത്യം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ഇത് നിത്യമായ പൗരോഹിത്യം. ഈ കുദാശയെ കുറിച്ച് സഭാ നിയമം പറയുന്നത് ഇപ്രകാരമാണ്: It cannot be repeated, it cannot be deleted. ഇതൊരിക്കലും ആവർത്തിക്കുവാൻ കഴിയുകയില്ല, ഇതൊരിക്കലും നശിപ്പിക്കുവാൻ കഴിയുകയില്ല. കാരണം പൗരോഹിത്യം മായാത്ത മുദ്രയാണെന്നുള്ള സത്യം നാം തിരിച്ചറിയണം. വീണ്ടും സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശിഷ്യന്മാർ വളരെ ക്ഷീണിതരായി കടലിന്റെ കരയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് യേശു പത്രോസിനോട് കൂട്ടരോട് പറയുന്നത്, നിങ്ങൾ ആഴങ്ങളിലേക്ക് വലയിടണം. ലോഞ്ച് ഔട്ട് ഇൻ ഡീപ്. നിങ്ങൾ ആഴങ്ങളിലേക്ക് വലയെറിയണം. ആഴത്തിൽ വലയെറിഞ്ഞാലേ മീൻ ലഭിക്കുകയുള്ളൂ. ഒരിക്കലും മീൻ പിടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കരയിൽ ഇരിക്കുക എന്നുള്ളത് നിരാശയുള്ള കാര്യമാണ്. ഒരു കപ്പൽ കരയിൽ നങ്കൂരമിട്ടിരിക്കുവാൻ ഉള്ളതല്ല. കപ്പൽ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം പൗരോഹിത്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ആഴങ്ങളിലേക്ക്, സമുദ്രത്തിന്റെ ആഴം എന്താണെന്ന് നമുക്കറിയില്ല. സമുദ്രത്തിന്റെ ആഴമാണ് അതിന്റെ ശാന്തത എന്നാണ് പറഞ്ഞിരിക്കുക. ഇന്നത്തെ ആധുനിക സമൂഹം പരിശോധിക്കുമ്പോൾ വല്ലാതെ ആഴം കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. പ്രാർത്ഥനയുടെ ആഴം കുറയുന്നു, വിശ്വാസത്തിന്റെ ആഴം കുറയുന്നു, ബന്ധങ്ങളുടെ ആഴം കുറയുന്നു, ഇടവക ജീവിതത്തിലെ ആ സജീവതയുടെ ആഴം കുറയുന്നു, ഉപവാസത്തിന്റെ ആഴം കുറയുന്നു, പഠനങ്ങളുടെ ആഴം കുറയുന്നു. അങ്ങനെ ജീവിതത്തിൽ ഉപരിതല സ്പർശിയായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു ആധുനിക സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ദൈവം പറയുന്നത്, നിങ്ങൾ ആഴത്തിലേക്ക് വലയെറിയണം. വിശ്വാസമാകുന്ന ആഴമുണ്ടായാലേ സ്നേഹമുള്ളവരെ മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന നോവലിസ്റ്റിന്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവലിൽ മനുഷ്യരുടെ ആമുഖം എന്നാണ് നോവലിന്റെ പേര്. അദ്ദേഹം പറയും, ഇണയോ തുണയോ ഗുരുവോ ആരെയും കാണാൻ കഴിയാത്തൊരു കാലം. ഇന്നത്തെ കാലം ഇണയായോ തുണയായോ ഗുരുവായോ ആരെയും കാണാൻ കഴിയാത്തൊരു കാലം. പച്ചയായ ഉൽപ്പന്നങ്ങളിലും സ്വച്ഛമായ ജലാശയത്തിലേക്ക് ആരെയും നയിക്കപ്പെടാത്തൊരു കാലം. ഇവിടെയാണ് ഒരു പുരോഹിതന്റെ പ്രസക്തി വർദ്ധിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഗുരുവായിരിക്കുന്നത്
ലഘുവായ ഒരു കാര്യമല്ല എന്ന് നമുക്കറിയാം. ഞാൻ നിങ്ങളും ഗുരുവാകണമെങ്കിൽ കഠിനാധ്വാനം അനിവാര്യമാണ്. അത് ലഘുവായ ഒരു കാര്യമല്ല എന്നുള്ളത് പൗരോഹിത്യ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ ഏറ്റവും മനോഹരമായ ഒരു വചനമാണ്, All the darkness in the world cannot extinguish the light of a single candle. All the darkness in the world cannot extinguish the light of a single candle. ഈ ലോകത്തിലുള്ള എല്ലാ അന്ധകാരവും ഒരുമിച്ച് കൂടിയാലും ഒരു മെഴുകുതിരി വെട്ടത്തെ കെടുത്തുവാൻ കഴിയില്ല. കരണ്ട് പോകുമ്പോൾ, ഇൻവെർട്ടർ ഇല്ലെങ്കിൽ, എമർജൻസി ഇല്ലെങ്കിൽ ഒരു മെഴുകുതിരി നാം കത്തിച്ചു വെച്ചാൽ ആ ഇരുട്ടിനെ ഭേദിക്കുവാൻ കഴിയുന്ന ആ മെഴുകുതിരി വെട്ടത്തിന്റെ ശക്തി എന്താണെന്ന് നമുക്കറിയാം. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഹിതന്റെ പ്രസക്തി എന്ന് പറയുന്നത് അതാണ്. ഈ ലോകത്തിലുള്ള എല്ലാ അന്ധകാരവും ഒരുമിച്ച് കൂടിയാലും മെഴുകുതിരി വെട്ടമാകുന്ന പുരോഹിതൻ അവിടെ ഉണ്ടെങ്കിൽ ആ ഇരുട്ടിനെ കെടുത്തുവാനായിട്ട് കഴിയും. ഒരിക്കലും ഈ ഇരുട്ടിനെ ഈ മെഴുകുതിരി വെട്ടത്തെ കെടുത്തുവാൻ കഴിയില്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഊന്നുവടിയാണ്. വിജ്ഞാനം എന്ന് പറയുന്നത് ഒരു കൈവിളക്കാണ്. ഈ കൈവിളക്ക് അണഞ്ഞുപോയ, കൈയിലെ വിളക്ക് അണഞ്ഞുപോയാൽ വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസമാകുന്ന ഈ ഊന്നുവടിയിലൂടെ നമുക്കറിയാം ഇരുട്ടത്ത് വടിയുന്തി നടക്കുന്ന അവസ്ഥ നമ്മളൊരു പക്ഷേ നടന്നിട്ടാവും. അങ്ങനെ പ്രകാശമില്ലെങ്കിലും വിശ്വാസമാകുന്ന ഒരു ഊന്നുവടി ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. ഒരു പൗരോഹിത്യ ജീവിതത്തിൽ നമുക്ക് വഴി നടത്തുന്നത് യേശു നമ്മോടൊപ്പമുണ്ടെന്നുള്ള വലിയ സത്യമാണ്. അതുനായരുടെ വാർത്ത കവിതയിൽ ഒരു വാചകം ഇപ്രകാരമാണ്. നക്ഷത്രം എന്നോട് ചോദിച്ചു, ഞാൻ തന്ന അക്ഷരം കൊണ്ട് നീ എന്ത് ചെയ്തു? ഞാൻ തന്ന അക്ഷരം കൊണ്ട് നീ എത്ര പേർക്ക് പ്രകാശം നൽകി? ഞാൻ തന്ന അക്ഷരം കൊണ്ട് നീ എത്ര ജീവന പ്രകാശം നൽകി? എന്റെ നിങ്ങളുടെ ദൗത്യം നമ്മുടെ ജീവിതമാകുന്ന അക്ഷരം കൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചമാകുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ഞാൻ അവസാനിപ്പിക്കുന്നതിന് 139 സങ്കീർത്തകൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, ഒരു വാക്ക് എൻ്റെ നാവിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അവിടുന്ന് അറിയുന്നു. എൻ്റെ പിന്നിലും എൻ്റെ മുൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നൽകുന്നു. കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്ന അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ സങ്കീർത്തകനെ പോലെയാണ്. അച്ഛൻ്റെ മുൻപിലും പിൻപിലും കർത്താവുണ്ട്. കർത്താവ് അച്ഛനോടൊപ്പം എന്നുള്ള അവിസ്മയമാണ് അച്ഛന് പൗരോഹിത്യം സ്വീകരിക്കുവാൻ അച്ഛനെ പ്രേരിപ്പിച്ചത്. അച്ഛനോടൊപ്പം ദൈവം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അങ്ങനോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ ജനത്തെ നയിക്കാം. അങ്ങനെ കൂടെ ഉണ്ടാകണമേ എന്ന് മോശ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കുറവുകളും എൻ്റെ തെറ്റുകളും അങ്ങ് ക്ഷമിക്കണം. ദൈവം മോശയോട് പറയുന്ന പ്രത്യുത്തരം 3 കാര്യങ്ങളാണ്. മോശേ, എനിക്ക് നിന്നെ അറിയാം. എൻ്റെ കുറ്റങ്ങളും കുറവുകളും ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ എന്നോട് കൂടെ ഉണ്ടാകും, കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഗാബ്രിയേലിന് ദൈവത്തിന് ഇഷ്ടമാണ്. ഗാബ്രിയേലിന് എല്ലാ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേൾക്കും. അച്ഛൻ്റെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, വ്യക്തിത്രാദികൾക്ക്, ചില സഭാ സമൂഹത്തിലെ ബഹുമാനപ്പെട്ട ആവശ്യം ജോലച്ഛൻ, മാവീസച്ഛൻ, മറ്റ് കൗൺസിലേഴ്സ് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കായി പ്രിയ സഹോദരരെ, നമ്മുടെ പരിത്രാണത്തിന്റെ രഹസ്യം ആഘോഷിക്കാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവന്റെയും നീരുറവയിൽ ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, സർവ്വദൈവ സഭയെയും പരമാധ്യക്ഷൻ ഫ്രാൻസിസ് പാപ്പയെയും
കർദിനാൾമാർ, മെത്രാന്മാർ, വൈദികർ എന്നിവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവരുടെ അധപാലന ദൗത്യം അങ്ങയുടെ ഹിതപ്രകാരം നിറവേറ്റാനുള്ള ആത്മീയ കൃപാവരങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാനിധിയായ ദൈവമേ, കൊല്ലം രൂപതയെയും രൂപതാധ്യക്ഷൻ അഭിമന്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിനെയും ഞങ്ങളുടെ ഇടവവികാരി ജോർജ് സെബാസ്റ്റ്യൻ അച്ഛനെയും സമർപ്പിക്കുന്നു. അവരുടെ അധപാലന ശുശ്രൂഷകളിൽ അങ്ങയുടെ കൃപാവര സമിതി ചൊരിയുകയും ശാരീരികവും മാനസികവുമായ സൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ട നവവൈദികരായ പ്രിയ ഗാലിയോ ഡൊമിനിക് അച്ഛനെയും ജോൺ ടി ജോർജ് അച്ഛനെയും സെൽവരാജ് മരിയ മൈക്കൽ അച്ഛനെയും ഹൃദയ കവാടങ്ങൾ സമർപ്പിക്കുന്നു. അവർ അങ്ങയുടെ സ്നേഹാമൃതം ആവോളം പാനം ചെയ്ത് ആ സ്നേഹം അവർ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും പകർന്നു നൽകുന്നവരായി തീരുവാനുള്ള കൃപാവരങ്ങൾക്കായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കൾ ദൈവത്തിന്റെ ദാനം, ഉദരഫലം ഒരു സമ്മാനവുമെന്ന് സംഗീതത്തിലൂടെ അരുളി ചെയ്ത ദൈവമേ, നവവൈദികരായ ഗാലിയോ അച്ഛനും ജോമിൻ അച്ഛനും സെൽവരാജ് അച്ഛനും ജന്മം നൽകിയ മാതാപിതാക്കളെയും അവരുടെ സഹോദരങ്ങളെയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അവർ തുടർന്ന് പ്രാർത്ഥന നിരന്തരമായ ജീവിതം നയിച്ചുകൊണ്ട് വൈദികരായ ഈ മക്കൾക്ക് ആത്മീയ കരുത്ത് പകരുന്നവരായി തീരാൻ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹസ്വരൂപനായ യേശുനാഥ, അങ്ങയുടെ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്ന ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ നിരന്തരം നവീകരിക്കപ്പെട്ട് ഉചിതനായ യേശുവിനെ തിരുസഭയിലെ പ്രകാശത്തിലൂടെ കണ്ടെത്തി യഥാർത്ഥമായ ആത്മീയ സന്തോഷം അനുഭവിക്കുന്നവരായി തീരുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ യേശുനാഥ, ഈ ഇടവകയിലെ യുവതി യുവാക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനേകം ദൈവവിളികൾ ഈ ഇടവകയിൽ നിന്ന് ഉണ്ടാകുവാനും അതുവഴി അവർ ദൈവത്തിന്റെ തോട്ടത്തിലെ നല്ല ജോലിക്കാരായി തീരുവാനുമുള്ള കൃപാവരം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ദൈവത്തിന്റെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യാശീർവചനത്തോടുകൂടെ അങ്ങായിരിക്കണമെന്ന്
ആസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാനാം നല്ല ദൈവമേ. ആസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാനാം നല്ല ദൈവമേ. സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാം എന്നുടെ ഈ കാഴ്ചകൾ സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാം എന്നുടെ ഈ കാഴ്ചകൾ കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാനാം നല്ല ദൈവമേ. സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാം എന്നുടെ ഈ കാഴ്ചകൾ തമ്പുമണി പോലെ പൊടിഞ്ഞു ചേരാൻ മുന്തിരിച്ചാറെന്ന പോലെ അലിഞ്ഞു ചേരാൻ എല്ലാവർക്കുമെല്ലാമായി ശൂന്യനാകുവാൻ എൻ്റെ ജന്മം നിനക്കായി ഞാൻ കാഴ്ചയേകുന്നു. സ്നേഹമായി സാദരം സ്വീകരിച്ചാലും സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാം എന്നുടെ ഈ കാഴ്ചകൾ മാംസച്ചോരയിൽ ചേർത്തു വയ്ക്കുന്നു എൻ്റെ ഉള്ളിൽ നൊന്തു നീറും നൊമ്പരമെല്ലാം സ്നേഹനാ
കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാനാം നല്ല ദൈവമേ സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാം എന്നുടെ ഈ കാഴ്ചകൾ സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാം എന്നുടെ ഈ കാഴ്ചകൾ കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാനാം നല്ല ദൈവമേ. അലിവായി തീരാൻ ദാനമീ ജന്മം ധന്യമായി തീരാൻ തിരുമാറിൽ ചേർക്കേണമേ നാഥ എന്നെയും കൈക്കൊള്ളണേ. അലിവായി തീരാൻ ദാനമീ ജന്മം ധന്യമായി തീരാൻ തിരുമാറിൽ ചേർക്കേണമേ നാഥ എന്നെയും കൈക്കൊള്ളണേ. അബ്രാമിൻ ബലി പോലെ യോഗ്യമായി തീരുവാൻ മോറിയാ മലമുകളിൽ നിൻ വരവും കാത്ത് ബലിവസ്തുവായി ഞാൻ കാത്തു നിൽപ്പൂ. അബ്രാമിൻ ബലി പോലെ യോഗ്യമായി തീരുവാൻ മോറിയാ മലമുകളിൽ നിൻ വരവും കാത്ത് ബലിവസ്തുവായി ഞാൻ കാത്തു നിൽപ്പൂ. നിറയുമീ മിഴികളും നീറുമെൻ ഹൃദയവും സ്വീകരിക്കൂ സ്വീകരിക്കൂ സ്വീകാര്യമാകുവാൻ ചേർത്തണയ്ക്കൂ ചേർത്തണയ്ക്കൂ. അലിവായി തീരാൻ ദാനമീ ജന്മം ധന്യമായി തീരാൻ തിരുമാറിൽ ചേർക്കേണമേ നാഥ എന്നെയും കൈക്കൊള്ളണേ.
തന്നുണ്ണിയെ സമർപ്പിച്ച പോൽ പൂർണ്ണമായെന്നെയും ഈ ആലയത്തിൻ തിരുനടയിൽ ഒരു പൈതലിൻ നൈർമല്യ മനസ്സോടർപ്പിക്കുന്നു. അമ്മ തന്നുണ്ണിയെ സമർപ്പിച്ച പോൽ പൂർണ്ണമായെന്നെയും ഈ ആലയത്തിൻ തിരുനടയിൽ ഒരു പൈതലിൻ നൈർമല്യ മനസ്സോടർപ്പിക്കുന്നു. ഇടറുമീ പാതയിൽ വിടരുമെൻ സ്നേഹമേ, യേശുനാഥ സ്നേഹതാത സ്വീകാര്യമാകണേ ഈ ബലിയിൽ, ഈ ബലിയിൽ. അലിവായി തീരാൻ ദാനമീ ജന്മം ധന്യമായി തീരാൻ തിരുമാറിൽ ചേർക്കേ. സമർപ്പിച്ച കാശുകൾ വാത്സല്യത്തോടെ നൽകുകയും ചെയ്യണമേ. അന്തരിക ചക്രങ്ങളുടെ അനുസരണം അജമാനങ്ങൾ ഒരിക്കലും കുറയാതിരിക്കുകയും അജമാനങ്ങളുടെ ശുശ്രൂഷണം അജഗണങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകാതിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന Yeah.
അങ്ങേക്ക് കൃതജ്ഞത ആശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അങ്ങേക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ വെറുപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി കൃത്യം പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയെ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ചു അംഗീകരിക്കുവാനുള്ള ശരീരരക്തങ്ങളാൽ പരിപോഷിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള കൃത്യമായ കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ നിരാമയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും
എല്ലാ വിശുദ്ധരോടും ഒത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഞങ്ങളുടെ അനുദിനത്തിന്റെയും സർവ്വലോകത്തിന്റെയും ശാന്തി രക്ഷയും പരിപോഷിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ അധ്യക്ഷനായ പോൾ ആന്റണി പുരുഷോടും മെത്രാൻ പദവിയുള്ളവരോടും വൈദിക ജനത്തോടും അങ്ങേ നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിനും സ്നേഹത്തിനും വർദ്ധിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മുഖത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ. Thank you.
കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും you